നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷത്തെ കാര്യങ്ങൾ ഇനി തീരുമാനിക്കപ്പെടുന്ന അത്ഭുത രാവ് ഇതാ നമ്മളിലേക്ക് കടന്നു വരികയാണ്. ബറാഅത്ത് രാവ്. ബറാഅത്ത് രാവിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, പറയേണ്ട ദിക്റുകൾ, ചൊല്ലേണ്ട സ്വലാത്തുകൾ, നമ്മൾ നിത്യമാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചെടുക്കാം. ബറാഅത്ത് രാവിലും പകലിലും നമ്മൾ ഒരു മുഅ്മിനായ മനുഷ്യനാണോ അവൻ ചെയ്തിരിക്കേണ്ട 11 കാര്യങ്ങൾ മതി. ഇത് മാത്രം മതി നമുക്ക് ആ രാവും പകലും അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പുണ്യമുള്ളതാക്കാം. ഏതൊക്കെയാണ് ആ 11 കാര്യങ്ങൾ? വിശദമായി ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വരാനിരിക്കെ ഈ പുണ്യമായ ശഅബാൻ മാസത്തിൻ്റെ ഈ ദിനം മുതൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിത്തരുന്ന ഒരു ചെറിയ അള്ളാഹുവിൻ്റെ പേര്, ഇസ്മ ഏതാണെന്ന് നമുക്ക് പഠിച്ചാലോ? ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഈ ഇസ്മ ഇന്നു മുതൽ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണാം. ഏതാണ് ആ ഇസ്മ? എങ്ങനെയാണ് പറയേണ്ടത്? എത്ര പ്രാവശ്യം പറയണം? എന്താണ് അതിൻ്റെ അർത്ഥം? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, അൽഹംദുലില്ലാഹ് പരിപാവനമായ ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ആ ശഅബാൻ മാസത്തിൻ്റെ ആദ്യത്തെ 10 നമ്മളിൽ നിന്നും വിട പറഞ്ഞ് രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അൽഹംദുലില്ലാഹ് പടച്ച തമ്പുരാൻ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള മുഴുവൻ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത് അവസാനം സ്വർഗം കിട്ടി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റഹ്മാനായ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് വരികയാണ്. പിന്നെ ഈ പ്രാവശ്യത്തെ ബറാഅത്ത് നോമ്പിനൊരു പ്രത്യേകതയുള്ളത്, നമുക്ക് ബറാഅത്ത് നോമ്പ് 26-ാം തീയതി തിങ്കളാഴ്ചയാണല്ലോ. അപ്പോൾ ബറാഅത്തിൻ്റെ സുന്നത്തായ നോമ്പും തിങ്കളാഴ്ച ദിവസത്തിലെ സുന്നത്തായ നോമ്പ് ഒരൊറ്റ ദിവസമാണ്. അൽഹംദുലില്ലാഹ് അത് വലിയൊരു ഖൈറാണ്. കാരണം നമുക്ക് റജബ് 27-ന് മിഅ്റാജിൻ്റെ നോമ്പ് ഒരു വ്യാഴാഴ്ചയായിരുന്നു. അതോടൊപ്പം തന്നെ വ്യാഴാഴ്ചത്തെ സുന്നത്തായ നോമ്പ് നമുക്ക് കിട്ടി എന്നതുപോലെ അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹം നമുക്ക് ബറാഅത്ത് നോമ്പിലും കിട്ടിയിരിക്കുന്നു. എങ്ങനെ? ബറാഅത്ത് നോമ്പ് നമുക്ക് തിങ്കളാഴ്ചയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് തിങ്കളാഴ്ചയുടെ സുന്നത്തായ നോമ്പ് നമുക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ നിയ്യത്ത് പറയുമ്പോൾ എങ്ങനെയാണെന്ന് ഇൻഷാ അല്ലാഹ് ശേഷം വിശദീകരിക്കാം. അപ്പോൾ ഇതാണ് ഡേറ്റ്. ബറാഅത്ത് രാവിൻ്റെ അന്ന് നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം ഞായറാഴ്ചയാണ് ബറാഅത്ത് രാവ്. അപ്പോൾ ഞായറാഴ്ച ഒരുപാട് കല്യാണങ്ങൾ ഉണ്ടാകും, മറ്റ് ഫംഗ്ഷനുകൾ, പരിപാടികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു നമ്മുടെ ആസ്വാദനത്തിൽ നമ്മുടെ ബറാഅത്ത് രാവിൻ്റെ ശ്രേഷ്ഠതയും അതിൻ്റെ പവിത്രതയും കളഞ്ഞു കുളിക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എത്ര തിരക്കാണെങ്കിലും ബറാഅത്ത് രാവ്, ആ രാവിന് പ്രത്യേക മഹത്വമുണ്ട്. ദുആക്ക് ഇജാബത്തുള്ള ഏറ്റവും കൂടുതൽ ദുആ സ്വീകരിക്കപ്പെടുന്ന 5 രാത്രികളിൽ 5 രാവുകളിൽ പ്രധാനപ്പെട്ട രാവാണ് ബറാഅത്ത് രാവ്. ഇതെല്ലാ ആഴ്ചയിലും നമുക്ക് കിട്ടൂല, വർഷത്തിൽ 1 മാത്രമേ കിട്ടൂ. അപ്പോൾ ഞായറാഴ്ച ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരിക്കും, നമുക്ക് ചിലപ്പോൾ കല്യാണം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സമയത്ത് നമ്മൾ ആ തിരക്കുകളൊക്കെ പരമാവധി മാറ്റിവെച്ച് എന്തെങ്കിലും ഒരു ഇബാദത്തിൽ കഴിഞ്ഞുകൂടാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ശേഷം നമുക്ക് വിശദമായിട്ട് പറയാം. അപ്പോൾ ബറാഅത്ത് രാവ് വരുന്നു. നമ്മൾ എന്താണ് ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, പറയാനുണ്ട്, അറിയാനുണ്ട്. മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നു, മഹാനായ ഇമാം ശാഫി തങ്ങൾ പറയുന്നു, ലോക മുസ്ലിം കാതോർക്കുന്ന അത്ഭുതകരമായ ഒരു രാവാണ് ബറാഅത്ത് രാവ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്താൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പായി പറഞ്ഞിട്ടുള്ള 5 പ്രധാന രാവുകളിൽ, രാത്രികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈലത്തുൽ ബറാഅ. ബറാഅത്തിൻ്റെ രാവ് എന്താണ്? അതിൻ്റെ അർത്ഥം മോചനത്തിൻ്റെ രാവ് എന്നാണ്. അതായത് അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള മോചനം, അള്ളാഹുവിൻ്റെ അദാബ് ശിക്ഷയിൽ നിന്നുള്ള മോചനം, അതുപോലെ നരകത്തിൽ നിന്നുള്ള മോചനം, വിചാരണയിൽ നിന്നുള്ള മോചനം. ഈ 4 മോചനങ്ങൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കിട്ടുന്ന അത്ഭുതകരമായ രാത്രിയാണ് ബറാഅത്ത് രാവ്. അതിതാ ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് കടന്നു വരുന്നു. അതിനെ സ്വീകരിക്കാനും അതിൽ ഒരുപാട് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു രാവിന് മറ്റൊരു പേരുണ്ട്, ലൈലത്തു ഈദുൽ മലായിക്ക. മലക്കുകളുടെ പെരുന്നാൾ രാവാണെന്നാണ്. മലക്കുകളുടെ പെരുന്നാൾ രാവ്, അതായത് മലക്കുകൾക്ക് അന്നത്തെ രാത്രി ഭയങ്കര തിരക്കായിരിക്കും എന്നാണ്.
മലക്കുകൾക്ക് അന്നത്തെ രാത്രി ഭയങ്കര, കാരണം ഓരോരുത്തരും ചെയ്ത അമലുകൾ വർഷത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന രാവാണ് ലൈലത്തുൽ ബറാഅത്തിൻ്റെ രാവ്. അപ്പോൾ മലക്കുകൾ ആ ഒരു ജോലിയിലാണ്. ഓരോ ആളുകളും ചെയ്ത അമലുകൾ അള്ളാഹുവിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അന്നത്തെ രാത്രി ആരാണോ ദ്വാരക്കുന്നത് അവരുടെ ദ്വാ സ്വീകരിക്കണേ എന്ന് നമുക്ക് വേണ്ടി ദ്വാരക്കുക, അവരുടെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയുക. അതുപോലെ തന്നെ നന്മകൾ ഒരുപാട് രേഖപ്പെടുത്തും. മലക്കുകൾക്ക് ഭയങ്കര തിരക്കായിരിക്കും ആ രാത്രിയിൽ. അങ്ങനെയാണ്. പിന്നെ മലക്കുകൾക്ക് 2 പെരുന്നാൾ രാവുണ്ട്. മനുഷ്യന്മാർക്ക് 2 പെരുന്നാളാണ്, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും, ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എന്നതുപോലെ അള്ളാഹുവിൻ്റെ മലക്കുകൾക്ക് 2 പെരുന്നാൾ ദിവസങ്ങളുണ്ട്. ഒന്ന് ലൈലത്തുൽ ഖദറും 2 ലൈലത്തുൽ ബറാഅ. ലൈലത്തുൽ ഖദറും 2 ബറാഅത്തിൻ്റെ രാവുമാണ്. ഈ രാവ് നഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു ആയുസ്സാണ് നഷ്ടപ്പെടുന്നത്. കാരണം ഒരു ആയുസ് നമ്മൾ ഒരു വർഷം കാത്തിരുന്നിട്ടല്ലേ നമുക്ക് ബറാഅത്ത് രാവ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഈ ബറാഅത്ത് രാവ് നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമുക്ക് ആ ഒരു വർഷം തന്നെ നഷ്ടമാണ്. ഉപയോഗപ്പെടുത്തിയാലോ അൽഹംദുലില്ലാഹ് വലിയ ഖൈറാൻ. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന ഈ ഞായറാഴ്ച മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരുന്ന ബറാഅത്ത് രാവ്, ശേഷം വരുന്ന തിങ്കളാഴ്ച പകൽ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണേ. നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുന്നത്ത് നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ ഒരുപാട് ഉമ്മമാർ ചെയ്യുന്ന ഒരു അബദ്ധം ഞാൻ ഈ കൂട്ടത്തിൽ പറയട്ടെ. പല ആളുകളും ഈ മഗ്‌രിബ് നമസ്കാരത്തിൻ്റെ ഉദാഹരണം, മഗ്‌രിബ് ബാങ്ക് 6:30 വിചാരിക്കുക. ചില ആളുകൾ ഈ ജോലി തിരക്ക് കാരണം 6:30 നിസ്കരിക്കാൻ, ബാങ്ക് വിളിച്ച ഉടൻ തന്നെ നിസ്കരിക്കാൻ പറ്റൂല. അവർ 6:35, 6:40, 6:45, 6:45 കഴിയുമ്പോഴാണ് പതുക്കെ ഉദൂക്ക് എടുത്ത് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ 6:45, അല്ലോ മഗ്‌രിബിൻ്റെ അഫ്ളലായ സമയം കഴിഞ്ഞല്ലോ, ഇനി പിന്നെ നിസ്കരിക്കാം, അല്ലെങ്കിൽ പിന്നെ നിസ്കരിക്കാത്ത ആളുകളുണ്ട്. അഫ്ളലായ സമയം കഴിഞ്ഞു എന്ന് വിചാരിച്ച് മഗ്‌രിബ് നിസ്കരിക്കാത്ത പല ആളുകളുണ്ട്. അങ്ങനെ ചെയ്യല്ലേ. നിങ്ങൾക്ക് അഫ്ളലായ സമയം കഴിഞ്ഞാലും ആ നിസ്കാരം നിർവഹിക്കൽ നിങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് മഗ്‌രിബ് അഫ്ളലായ സമയം കഴിഞ്ഞു, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ കാമണിക്കൂർ കഴിഞ്ഞു, 20 മിനിറ്റ് കഴിഞ്ഞു, ഇനി നിസ്കരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കാതിരിക്കരുത്. അത് വലിയ നഷ്ടമാണ്. അങ്ങനെ എന്തെങ്കിലും അബദ്ധം കാണിക്കുന്നവരുണ്ടെങ്കിൽ അത് തിരുത്തണം. അപ്പോൾ ഫർള് നിസ്കാരം, സുന്നത്ത് നിസ്കാരം, അതോടൊപ്പം തന്നെ നമ്മൾ ഞായറാഴ്ച മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് കടന്നു വരുന്ന ബറാഅത്ത് രാവിനെ മഗ്‌രിബ് നിസ്കാരം നമ്മൾ ഖളാ ആക്കാൻ പാടില്ല. ജമാഅത്തോടുകൂടി നമ്മൾ നിസ്കരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇശാ നിസ്കാരം, പിന്നെ ശേഷമുള്ള സുബഹി, പിന്നെ ളുഹർ, അസർ, മഗ്‌രിബ്, ഇശ. ആ വ്യാഴാഴ്ച രാത്രിയിലും തിങ്കളാഴ്ചയിലും നമ്മൾ പരമാവധി നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ദിവസം കൊണ്ട് 300 വർഷത്തെ ഇബാദത്തിൻ്റെ കൂലി കിട്ടുമെന്ന് പല ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. യുളാഇഫു ലിമൻ യശാ എന്നാണ്. അള്ളാഹു ഇരട്ടി പ്രതിഫലം നൽകും. ഏത് സമയത്ത്? ഈ ബറാഅത്തിൻ്റെ രാവിൽ നമ്മൾ ഇബാദത്ത് ചെയ്താൽ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ബറാഅത്ത് രാവ് വരികയാണ്. ബറാഅത്തിൻ്റെ ഈ സുന്ദരമായ രാത്രിയിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് ചെയ്യാൻ പറ്റിയ അമലുകൾ ഇൻഷാ അള്ളാഹ് ശേഷം പറയാൻ പോവുകയാണ്. ബറാഅത്ത് രാവ്, പെരുന്നാൾ രാവ്, ലൈലത്തുൽ ഖദറിൻ്റെ രാവ്, ജുമുഅ രാവ്, ഈ രാവുകളിൽ നമ്മൾ എത്രമാത്രം ദുആ ചെയ്യുന്നോ, ആദ്യം ചെയ്യേണ്ട പരിപാടി ദുആരക്കലാണ്. എത്ര തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹിനോട് ദ്വാരക്കണം. റബ്ബേ, പരിശുദ്ധമായ ഈ രാവിൽ എനിക്ക് നീ ഒരുപാട് ഖൈറുകൾ നൽകണേ, എൻ്റെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് തരണേ, എന്നിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ, അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്, വിഷമങ്ങൾ മാറ്റിത്തരണേ എന്നൊക്കെ നമ്മൾ നല്ലതുപോലെ ദുആ ചെയ്യേണ്ട ഒരു സമയമാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പലപ്പോഴും ദുആ ചെയ്തു, ലൈതനീ മിൻ ഉമ്മത്തി മുഹമ്മദ്, അള്ളാഹു എന്നെ നീ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തണേ അള്ളാഹ്. അപ്പോൾ എന്തിനാണ് ഈ ഉമ്മത്ത് മുഹമ്മദിൽ പെടുത്തണമെന്ന് പറയാനുള്ള കാരണം? അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ആ ഉമ്മത്തിന് പ്രത്യേക രാത്രികളുണ്ട്. ലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ബറാഅ, അതൊന്നും നമ്മുടെ സമുദായത്തിൽ നൽകപ്പെട്ടിട്ടില്ല. ലൈലത്തുൽ ഖദറിലും ലൈലത്തുൽ ബറാഅയിലൊക്കെ ഒരു മനുഷ്യനെ ഇബാദത്ത് ചെയ്താൽ വജബത്ത് ലഹുൽ ജന്ന, അവനിക്ക് സ്വർഗ്ഗം നിർബന്ധമായി എന്നൊക്കെ മഹാനായ ഈസാ നബി തൻ്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തു എന്നാണ്. പിന്നെയോ ലൈലത്തുൽ ഇജാബ എന്നും ഈ ഒരു രാത്രിക്ക് പേരുണ്ട്. അതായത് എന്തു നമ്മൾ ഹലാലായ എന്ത് മുറാദ് നമ്മൾ ചോദിച്ചാലും അള്ളാഹു അത് തരും, ഇൻഷാ അള്ളാഹ് ഉറപ്പാണ്. അതുകൊണ്ട് ദുആകൾ അധികരിപ്പിക്കുക. ഏത് ദുആ? ഒന്ന്, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഒന്ന്. രണ്ട്, റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മൂന്ന്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. നാല്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. അഞ്ച്, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ആറ്, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ.
ഏഴാമത്തേത് അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അപ്പോൾ 7 ദുആകൾ നമ്മൾ അധികരിപ്പിക്കണം. വരുന്ന ബറാഅത്ത് രാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട 7 ദുആ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്ന ദുആകളാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ 7 ദുആകൾ നമ്മൾ അധികരിപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യൻസിലു ലൈലത്തി മിൻ നിസ്ഫി ശഅബാന ഇലസ്സമാഇ ദുനിയാ. അല്ലാഹു തആല ശഅബാൻ മാസത്തിൻ്റെ ഈ പകുതിയുടെ ആ ഒരു രാവിൽ അല്ലാഹു തആല ചോദിക്കും, എൻ്റെ റഹ്മത്ത് ആർക്കാണ് വേണ്ടത്, എൻ്റെ മഗ്ഫിറത്ത് ആർക്കാണ് വേണ്ടത്, നിങ്ങളിപ്പോൾ ചോദിച്ചോ, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് അല്ലാഹു തആല പറയുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് വട്ടം അല്ലാഹുവിനോട് അല്ലാഹുവിൻ്റെ ബറക്കത്തും അല്ലാഹുവിൻ്റെ റഹ്മത്തും കിട്ടാൻ ദുആരക്കണം. ആ ദുആകളിൽ പെട്ടതാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ആ കാര്യം നമുക്ക് ചോദിക്കാം. ഈ ഒരു ദുആയി നമ്മൾ അധികരിപ്പിക്കണം. കൂടാതെ മലയാളത്തിൽ നമുക്ക് അല്ലാഹുവിനോട് ദുആരക്കാം. നമ്മുടെ മക്കൾ, ജോലി, കുടുംബം, കച്ചവടം, കടം, പഠനം, പാപങ്ങൾ, സ്വർഗം, നരകം, ഇങ്ങനെ എത്രയോ നൂറ് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. എല്ലാം അല്ലാഹുവിനോട് ഇരുത്തി ചോദിക്കാൻ പറ്റിയ ഒരു രാവാണ്. പ്രത്യേകം നമ്മൾ മനസ്സിൽ കരുതി നല്ല ഇബാദത്തുകൾ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ചെയ്യേണ്ട ചില കാര്യങ്ങളാണ്. നമ്മൾ ദുആഇൻ്റെ കാര്യം പറഞ്ഞു. നിസ്കാരം ജമാഅത്തോടുകൂടി പരമാവധി നിസ്കരിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക. പിന്നെ നമുക്ക് രണ്ടാമതായി ചെയ്യാനുള്ളത് 3 യാസീൻ നമ്മൾ ഓതാറുണ്ട്. 3 യാസീൻ. ഈ 3 യാസീൻ എപ്പോഴാണ് ഓതേണ്ടത്? പല ആളുകളും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറയുന്നു. അതായത് അസർ നിസ്കാരത്തിന് ശേഷം, അതായത് മഗ്രിബോട് അടുത്തിട്ട് നമുക്ക് ഈ ഒരു യാസീൻ 3 യാസീൻ ഓതാം. അതാണ് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞവരുണ്ട്. അതല്ല, നമ്മൾ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം 3 യാസീൻ ഓതാം എന്ന് പറഞ്ഞവരുമുണ്ട്. ഏതായാലും കുഴപ്പമില്ല. ആ ഒരു സമയം നമ്മൾ കണക്കാക്കി ഇൻഷാ അല്ലാഹ് 3 യാസീൻ ഓതുക. ഒന്നാമത്തെ യാസീൻ നമ്മൾ ഓതുന്നത് നമ്മുടെ ആയുസ്സിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയാണ്. രണ്ടാമത്തേത് നമ്മുടെ റിസ്ക്, ഭക്ഷണം അത് വിശാലമായി കിട്ടാനാണ്. മൂന്നാമത്തേത് നമ്മുടെ ആഖിബത്ത്, മരണം നന്നാവാനും അതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ കരുതിയിട്ടുമാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് യാസീൻ ഓതുന്നത്. 3 യാസീനാണ് നമ്മൾ ഓതുന്നത്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം, വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ദുഖാൻ, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ദഹ്ർ, സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ റഹ്മാനൊക്കെ പറ്റുന്ന രൂപത്തിൽ, പറ്റുമെങ്കിൽ ഇതെല്ലാം ഓതുക. ഇല്ലെങ്കിൽ സൂറത്തുൽ ദുഖാൻ എങ്കിലും നമ്മൾ പ്രത്യേകം ഓതാൻ, അത് ഒരു പ്രാവശ്യം മൊത്തം ഓതിയേക്ക്. പിന്നെ സൂറത്തുൽ ദുഖാനിൻ്റെ 1 മുതൽ 8 വരെയുള്ള ആ 8 വരെയുള്ള ആയത്തുകൾ 30 പ്രാവശ്യം ആ ഒരു രാത്രിയിൽ ഓതിയാൽ അല്ലാഹു തആല അവൻ്റെ ദുആ സ്വീകരിക്കുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും നരകത്തിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യുമെന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. 1 മുതൽ 8 വരെയുള്ള ആയത്ത് 30 പ്രാവശ്യം, വളരെ ചുരുങ്ങിയ സമയം മതി, 30 പ്രാവശ്യം. പിന്നെ നാലാമതായി ദിക്റുകൾ നമ്മൾ പറയുമ്പോൾ ഏത് ദിക്റാ? ഒന്നാമത്തേത് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. രണ്ടാമത്തേത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അതോടൊപ്പം തന്നെ മറ്റൊരു ദിക്ർ നമുക്ക് ചേർത്ത് പറയാം, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. പിന്നെയോ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം, അത് വലിയൊരു ദിക്റാണ്. അഞ്ചാമതായി നമ്മൾ അധികരിപ്പിക്കേണ്ട ഇസ്തിഗ്ഫാറാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പിന്നെ നമ്മൾ ദുആ അധികരിപ്പിക്കുക. ദുആ എന്നൊക്കെ കാര്യം നമ്മൾ പറഞ്ഞു 7 ദുആയാണ് അല്ലേ? റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. 4 റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ആ ദുആ. പിന്നെയോ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയാ വൽ ആഖിറ. പിന്നെയോ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. പിന്നെ മാതാപിതാക്കൾക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഇത്തരത്തിലുള്ള ദുആകൾ ഏതൊക്കെ ദുആ അറിയാമോ അതൊക്കെ അധികരിപ്പിക്കുക. അന്നത്തെ രാവിലും ആ മഗ്രിബോട് കൂടി വരുന്ന രാവിലും അതുപോലെ പിറ്റേന്നുള്ള പകലിലും എന്തെങ്കിലുമൊക്കെ സ്വതക്കുകൾ നമ്മൾ അധികരിപ്പിക്കുക, സ്വതക്കുകൾ നമ്മൾ കൊടുക്കുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, കുടുംബത്തിൽ വിശാലത ചെയ്യുക. നമ്മൾ സാധാരണ പണ്ടൊക്കെ, ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, പണ്ടൊക്കെ ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ബറാഅത്ത് രാവ് വന്നാൽ ഈ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് അരിയും പഞ്ചസാരയും തേയിലയൊക്കെ ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊടുക്കും. എന്താ? ഇത് ബറാഅത്തിൻ്റെ പങ്കാണ്, ബറാഅത്തിൻ്റെ പങ്കാണ്.
അങ്ങനെ ചിലപ്പോൾ അയൽവാസികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും, ചിലപ്പോൾ മാമ, മൂത്താപ്പ, കൊച്ചാപ്പ അവരൊക്കെ എല്ലാ വീടുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ബറാഅത്തിൻ്റെ എന്താ അങ്ങനെ വരാനുള്ള കാരണം, അതായത് അന്ന് ആ ഒരു രാത്രി, ആ ഒരു രാവിനെ വളരെയധികം മഹത്വം കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. അന്നത്തെ രാത്രിയിൽ എന്താ വിശാലത ചെയ്യുക, കുടുംബത്തിൽ വിശാലത. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല മറ്റുള്ളവർ, നമ്മുടെ കൂട്ടുകുടുംബാദികളിലും ആ ഒരു വലിയ വിശാലത എത്തട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം അവരൊക്കെ അരിയും പഞ്ചസാരയൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത്. അത് വലിയൊരു ഖൈറാണ്. ഇന്നത്തെ കാലത്ത് അതുണ്ടോയെന്ന് അറിയില്ല. ഇല്ലെങ്കിൽ നമ്മളത് എന്താ ഒരു സ്വതക്ക അവർക്ക് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ബറാത്തിൻ്റെ പങ്ക് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഈ അപ്പം ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ എല്ലാ വീട്ടിലും കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ നാടുകൾ അതൊക്കെ ഖൈറാണ്. കാരണം ഭക്ഷണം കൊടുക്കലും പൈസ കൊടുക്കലൊക്കെ വലിയ നല്ല കാര്യമാണ്. പിന്നെ അന്നത്തെ രാത്രി മഗ്‌രിബോട് കൂടി നമ്മളിലേക്ക് വരുന്ന ആ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് വുളു ഉള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. വുളു എടുത്തിട്ട് ഉറങ്ങുന്നതിൻ്റെ മര്യാദയൊക്കെ പാലിച്ചിട്ട് വേണം ഉറങ്ങാൻ. പിന്നെ 10ാമത്തേത് അന്നത്തെ പകൽ അല്ലേ, പിറ്റേന്ന് തിങ്കളാഴ്ച പകൽ നോമ്പുകാരാണ്. അപ്പോൾ നോമ്പിൻ്റെ നിയ്യത്ത് നമ്മൾ മറന്നു പോകണ്ട. നിയ്യത്ത് എങ്ങനെയാണ്? നോമ്പിൻ്റെ നിയ്യത്ത് നമുക്ക് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാലും മതി, പക്ഷേ ഞായറാഴ്ച രാത്രി തന്നെ വെക്കലാണ് ഖൈർ. ഒന്ന്, ബറാഅത്തിൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു. മലയാളത്തിൽ വെച്ചാൽ മതി കേട്ടോ. ബറാഅത്തിൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 2, തിങ്കളാഴ്ചയിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 3ാമത്തെ നിയ്യത്ത് ശഅബാൻ മാസത്തിൽ നിന്നുള്ള സുന്നത്തായ ഒരു നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 4ാമത്തേത് അയ്യാമുൽ ബീൽ, വെളുത്ത വാവ് ദിവസങ്ങൾ, ആ അയ്യാമുൽ ബീലിൻ്റെ സുന്നത്തായ ഒരു നോമ്പ് ഞാൻ പിടിക്കുന്നു. 5ാമത്തേത് റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ്, ഇതിൻ്റെ കൂടെ ഞാൻ ഖളാ വീട്ടുന്നു. 5 നിയ്യത്ത് മറന്നുപോലെ. 5 നിയ്യത്ത് നമുക്ക് ഈ ബറാഅത്തിൻ്റെ നോമ്പിന് വെക്കാൻ പറ്റും. 5 നിയ്യത്തുണ്ട്. ആ കാര്യം മറന്നു പോകണ്ട. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൂടി എത്തിച്ചു കൊടുക്കുക, മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. മക്കൾക്കാണെങ്കിലും ഭാര്യയ്ക്ക്, ഭർത്താവിനൊക്കെ, സഹോദരിമാർക്കൊക്കെ പറഞ്ഞു കൊടുക്കാം. 11ാമത്തേത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാതെ സൂക്ഷിക്കുക. നോമ്പ് മുറിക്കുന്ന, അതായത് മഗ്‌രിബോട് അടുത്ത സമയത്ത് ദിക്റും സ്വലാത്തും ഒക്കെ ചൊല്ലിയിട്ട് നല്ലതുപോലെ ആ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട മര്യാദകൾ, ആദാബുകളൊക്കെ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 11 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ വരുന്ന ബറാഅത്ത് രാവിലും പകലിലുമായി ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. ഇപ്പോൾ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു പരാതിയാണ്, ഉസ്താദ് ഞങ്ങൾ പ്രവാസികളായിട്ട് അവിടെ നിന്ന് ജോലി ഒരു റാഹത്തില്ലാതെ ശമ്പളമൊക്കെ കുറഞ്ഞിട്ടാണ് ഞങ്ങൾ നാട്ടിലേക്ക് വന്നത്. ഇവിടെ വന്നിട്ടും വലിയ പ്രശ്നമാണ്, പ്രയാസമാണ്. ഞങ്ങൾക്ക് ഒരു ഖൈർ കിട്ടുന്നില്ല, ഒരു പിടിവള്ളി കിട്ടുന്നില്ല. അതോടൊപ്പം തന്നെ കള്ളക്കേസുകളിൽ കുടുങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. അതുപോലെ ജോലി അന്വേഷിച്ച് നടക്കുന്നവർ, വിവാഹം അന്വേഷിച്ച് നടന്നിട്ട് വിവാഹം ശരിയാവാത്തവർ, അതുപോലെ തന്നെ രോഗങ്ങൾ വിട്ടുമാറാത്തവർ, ടെൻഷനുകൾ, പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആണുമുണ്ട് പെണ്ണുമുണ്ട്. ഇങ്ങനെ ഒരുപാട് നീറുന്ന 100 പ്രശ്നങ്ങൾ, പറ്റിക്കപ്പെടുന്നു, വഞ്ചിക്കപ്പെടുന്നു, അതുപോലെ തന്നെ മനോധൈര്യമില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ഇസ്മ ഇൻഷാ അല്ലാഹ് നമ്മുടെ നിസ്കാരം ആദ്യം കൃത്യമാക്കണം. നിസ്കാരം കൃത്യമാക്കിയിട്ട് എല്ലാ നമസ്കാരത്തിന് ശേഷവും 33 പ്രാവശ്യം, നമ്മൾ സാധാരണ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഇസ്മ, ഏതാ ഇസ്മ? യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, യാ സലാമു യാ അല്ലാഹ്, രക്ഷ നൽകുന്നവനെ, അല്ലെ, രക്ഷ, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നൽകുന്ന റബ്ബേ എന്നർത്ഥമുള്ള യാ സലാമു യാ അല്ലാഹ് എന്ന ഇസ്മ 33 പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് ദുആരെന്ന് നോക്ക്. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും പരിഹാരം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ പറയട്ടെ, ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇതൊക്കെ ഈ മെൻസസ് ഉള്ള ഉമ്മമാർക്കും ചെയ്യാവുന്നതാണ്. അവർ സൂറത്ത് ദുഖാൻ ഓതണ്ട, അത് ഓതുന്നത് കേട്ടാൽ മാത്രം മതി. സൂറത്ത് യാസീൻ ഒന്നും ഓതണ്ട. അതല്ലാതെ ഇപ്പോൾ റബ്ബന ആത്തിന ഫിദ്ദുന്യ, റബ്ബന വലംന അൻഫുസന, പിന്നെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാന, ഇതൊക്കെ എന്താണ്? ഖുർആൻ ആയത്താണ്. പക്ഷേ ഇതൊക്കെ ഓതുമ്പോൾ അള്ളാഹു ഇതൊരു ദിക്റാണ് കേട്ടോ ഞാൻ ഓതുന്നത് എന്ന് മനസ്സിൽ കരുതിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആയത്തുകൾ ഓതാവുന്നതാണ്. അതൊരു ദിക്റാണെന്ന നിലയിൽ ഓതാവുന്നതാണ്. പിന്നെ സ്വലാത്തുകളും പിന്നെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ, തസ്ബീഹുകളൊക്കെ നിങ്ങൾക്ക് എന്താണ്, അത് ഓതാവുന്നതാണ്, കുഴപ്പമില്ല. പിന്നെ നിസ്കാരവും ഖുർആൻ പാരായണവും പിന്നെ അതുപോലെ നോമ്പും ഒന്നും നിങ്ങൾക്ക് പിടിക്കാൻ പറ്റൂല, പിടിക്കേണ്ട കാര്യമില്ല. ആ സമയത്തെല്ലാം നോമ്പ്, ഇപ്പോൾ തിങ്കളാഴ്ച നോമ്പാണ്, അപ്പോൾ നോമ്പിൻ്റെ അന്ന് നിങ്ങൾക്ക് ഈ മെൻസസ് ആണ് എങ്കിൽ
നിങ്ങൾ എന്ത് ചെയ്യുക, നോമ്പുകാരനെ പോലെ നോമ്പുള്ളവരെ പോലെ നിങ്ങൾ കൊണ്ടു നടക്കുക. പരസ്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ രഹസ്യമായി, വിശക്കുവാണെങ്കിൽ രഹസ്യമായിട്ട് ഭക്ഷണം കഴിക്കുക. നോമ്പുള്ളവരെ ഒന്ന് ബഹുമാനിക്കുക. ആ നോമ്പിൻ്റെ ആ ഹുറുമത്തുകളൊന്ന് പാലിച്ചിട്ട് നിങ്ങൾ പ്രത്യേകം അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ അധികരിപ്പിക്കുക. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആരക്കുക, അവരെ ഖബർ സിയാറത്ത് ചെയ്യുക. സിയാറത്ത് നമുക്ക് എപ്പോഴും ചെയ്യാം, പ്രത്യേകിച്ച് ഞായറാഴ്ച അസറിന് ശേഷം നമുക്ക് സിയാറത്ത് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. പിന്നെ രാത്രി സിയാറത്ത് ചെയ്യുന്നതിനേക്കാൾ ഒന്നുകൂടി നല്ല പകലാണ്. അപ്പോൾ ഞായറാഴ്ച പകലോ അല്ലെങ്കിൽ ഞായറാഴ്ച അസർ കഴിഞ്ഞോ അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച നോമ്പുകാരായിട്ട് പകലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് സിയാറത്ത് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക, ജീവിതത്തിൽ അമൽ ചെയ്യുക. അല്ലാഹു തആല ഇതൊക്കെ കൃത്യമായി നിത്യമായി ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ദുആകളെ അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.